ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കുക. ദൈവം ചെയ്തു എന്നല്ല, ദൈവം പൗലോസ് മുഖാന്തരം വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ. ദൈവം ചെയ്യുകയാണെങ്കിൽ അസാധാരണമായിരിക്കും, വീര്യപ്രവൃത്തിയായിരിക്കും. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യത്തില്ല. ഏൽപ്പിച്ചു കൊടുത്ത ഒരുവന്റെ കയ്യിലൂടെ, ഒരുവന്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്താ പ്രവർത്തിക്കാനുള്ളതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. അസാധാരണ വീര്യപ്രവൃത്തിയാണ്. ചർച്ചിൽ ദൈവത്തിന് എന്താ ചെയ്യാനുള്ളതെന്ന് അറിയാമോ? അസാധാരണ വീര്യപ്രവൃത്തിയാണ്. ചെറിയ പരിപാടി യേശുവിനില്ല, ചെറിയ പരിപാടി സ്വർഗത്തിനില്ല. നമുക്ക് ആ ചെറിയ പരിപാടിയുള്ളേ. ഇതാ ഞാനെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ കൈകളിലെടുക്കും. ഇനി അസാധാരണ വീര്യപ്രവൃത്തിയെ വിശദീകരിച്ചു പറഞ്ഞിട്ടുള്ളൊരു വാക്യമുണ്ട്, റോമർ 15:18. ക്രിസ്തു ഞാൻ മുഖാന്തരവാ ചെയ്തേ, ഒറ്റയ്ക്ക് ചെയ്തില്ല. ചിലർ പറയാറുണ്ട്, ഞാനല്ല സൗഖ്യമാക്കുന്ന, ദൈവം ആ സൗഖ്യമാക്കുന്നത്. ശരിയാ, പക്ഷെ ആ ദൈവദാസന് മുമ്പും ദൈവമുണ്ട്, ശേഷവും ദൈവമുണ്ട്. ആ ദൈവദാസൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ആ ദൈവദാസൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അവിടെ അതിന് മുമ്പോ ശേഷമോ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ കാര്യങ്ങൾ നടന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? സമർപ്പണം കൊണ്ടാണ്. നിങ്ങൾ എത്ര പേര് പറയും, കർത്താവ് എന്നെ ഒന്ന് കൈകളിലെടുക്കണേ, എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം, ഒന്നിനും കൊള്ളാത്ത എന്നെ നിന്റെ കൈകളിലൊന്നെടുക്കണേ, നിന്റെ കൈകളിലൊന്നെടുക്കണേ, നിന്റെ കൈകളിലൊന്നെടുക്കണേ. കർത്താവ് നിങ്ങളെ കൈകളിലെടുത്താലുണ്ടല്ലോ, നിങ്ങളൊരു അത്ഭുതമായി മാറും. നിങ്ങളെ കൊണ്ട് അത്ഭുതം ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊരു അത്ഭുതമായി മാറും.